എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണേ. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാലത്തിലേക്ക് കിടക്കാം. നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് കന്നിമൂല, അല്ലേ? വീടിൻ്റെ കന്നിമൂല. ഈ കന്നിമൂലയിൽ ബാത്റൂം വരാൻ പാടില്ല. കാരണം കന്നിമൂല എന്ന് ഉദ്ദേശിക്കുന്ന ഗണപതി മൂലയും കൂടെയാണ്, അല്ലേ? നമ്മൾ കന്നിമൂലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇന്ന പോലെ കന്നിമൂലയിൽ നല്ല പോലെ എത്രത്തോളം വൃത്തിയായിരിക്കുന്നോ അത്രത്തോളം ആയിരിക്കും ഒരു വീടിൻ്റെ ഐശ്വര്യം കന്നിമൂലയിൽ നിന്നും വരുന്നത്. അപ്പോൾ കന്നിമൂല കഴിവതും എല്ലാ ഭക്തജനങ്ങളും കന്നിമൂല എന്ന് പറയുമ്പോൾ തെക്ക് പടിഞ്ഞാറുള്ള മൂലയാണ്. അത് പറമ്പാകാം, വീടിൻ്റെ ബെഡ്റൂം, ആ ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയാക്കി ഇടുക. അപ്പോൾ പറഞ്ഞു വന്നത്, കന്നിമൂലയിൽ എത്രത്തോളം നമ്മൾ ശുദ്ധമാക്കിയിടുന്നോ അത്രത്തോളം ആ വീട്ടിലുള്ളവർക്ക് സാമ്പത്തിക ലാഭം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകാതെ ഒരിക്കലും സാമ്പത്തികം വരത്തില്ല. ഇപ്പോൾ പല യൂട്യൂബ് ചാനൽ പറയുന്നത് ലോട്ടറി അടിക്കുന്ന നഷ്ടക്കാർ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചുമ്മാതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ കുറേ ലോട്ടറി എടുത്താൽ പോരെ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ പൈസ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ പൈസ വരത്തുള്ളൂ. രോഗം വന്നാൽ ആശുപത്രിയിൽ പോകണം. എന്താ പറയുക, രോഗം വന്നിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഒരിക്കലും അസുഖങ്ങൾ മാറത്തില്ല. നമ്മൾ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഫലപ്പെടുത്താകുമ്പോഴത്തേക്ക് അസുഖങ്ങൾ മാറും. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല നല്ല രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. അവിടെ നമ്മുടെ സ്ഥലത്തെക്കാട്ടിയും ഒരു 2 അടി പൊക്കത്തിലായിരിക്കണം ഇപ്പോഴും കന്നിമൂല നിൽക്കാൻ. അതായത് ഒന്നെങ്കിൽ ബേബി മെറ്റിലോ നല്ല മണ്ണ് കൊണ്ടും നല്ല രീതിയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ആ കന്നിമൂല നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നെങ്കിൽ നമ്മൾ അവിടെ അലമാരി വെക്കുക. അലമാരി, അതായത് തെക്കേ ഭിത്തിയിൽ വടക്കോട്ട് നോക്കി വെക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം സമ്പത്തും വരാൻ വേണ്ടി ചൊവ്വാഴ്ച വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ കുന്തിരിക്കം പോയിക്കുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും, രാവിലെയും വൈകുന്നേരം. അതേപോലെ തന്നെ ഗോമയം തൊണ്ട്, അതായത് നമ്മൾ ചൂലെടുത്തിട്ട് നമ്മൾ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചാണകം, അതായത് ഗോമയം എന്ന് ഉദ്ദേശിക്കുന്ന ചാണകം തന്നെ, ചാണകം ചെറിയ രീതിയിൽ നമ്മൾ കൈകൊണ്ട് കലക്കരുത്. ചെറിയ വെള്ളം എടുത്ത് ഒരു വെള്ളത്തിനകത്ത് നമ്മൾ എന്തെങ്കിലും മടലോ അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടുക. അത് ഞാൻ എടുത്ത് പറയുന്ന കാര്യം, പൊട്ടിയതൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് തളിച്ചൊക്കെ വിടും. നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ നെഗറ്റീവ് എനർജി മാറി സാമ്പത്തികം വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ വിളക്ക് വെക്കുന്ന ഭക്തജനങ്ങളാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കഴിവതും വിളക്ക് വെക്കുക. നെയ്യ്ക്ക് സാമ്പത്തികം കൂടിയാണ്. ഒരു 10 മിനിറ്റ് നെയ്യ് കത്തിച്ചാൽ മതി. കഴിവതും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വെള്ളിയുടെ വിളക്ക് തന്നെ മേടിച്ച് കത്തിക്കാൻ നോക്കുക. ചിലർ പറയുന്നുണ്ടാകും വീട്ടിൽ വെള്ളിയുടെ വിളക്ക് വെച്ചാൽ ദോഷമാണ്. എന്തിനാണ് ദോഷം? കാരണം എനർജി കൂടുതലാണ് വെള്ളിയുടെ വിളക്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കുന്നത്. നമ്മൾ വലിയ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അറിയാൻ പറ്റും, അവിടെ വിളക്ക് വെച്ചിരിക്കുന്നത് വെള്ളിയുടെ വിളക്കിൽ നെയ്യായിരിക്കും, അല്ലേ? അപ്പോൾ അതിൽ പോസിറ്റീവ് എനർജി കൂടുതലാണ്. അതുകൊണ്ടാണ് മിക്ക ജ്യോതിഷന്മാരും പറയുന്നത് നമ്മൾ നെയ്വിളക്കിട്ട് പ്രാർത്ഥന നടത്താൻ പറയും. കാരണം നെയ്വിളക്ക് പോസിറ്റീവ് എനർജി കൂടുതലാണ്. അപ്പോൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി നെയ്വിളക്ക് കത്തിക്കുക. കന്നിമൂലയിലെ പ്രാധാന്യം ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മൾ ജോലിക്ക് പോയി മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. പിന്നെ സാമ്പത്തിക ലാഭം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി, നമ്മൾ താമസിക്കുന്ന വീട് ആരുടെ പേർക്കാണ്, ആ വീട്ടിൽ ചിലപ്പോൾ അമ്മമ്മയുടെ പേർക്കായിരിക്കും, ഇല്ലെങ്കിൽ അമ്മയുടെ പേർക്കായിരിക്കും, ഇല്ലെങ്കിൽ അവിടുത്തെ ഗ്രഹനാഥൻ്റെ പേർക്കായിരിക്കും. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ള, അതായത് നമുക്ക് വീടിനോട് എത്ര അടുത്താണ് ആ ഒരു ക്ഷേത്രത്തിൽ രക്ഷസ് ഉണ്ടാകും. മാസം രക്ഷസിന്, ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കൊടുക്കുക. സർപ്പങ്ങളുണ്ടെങ്കിൽ സർപ്പങ്ങൾക്ക് എണ്ണ മേടിച്ച് കൊടുക്കുക. ആ ഒരു വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് മാസം ഭഗവതി സേവ, ഗണപതി ഹോമം ചെയ്യുക. ഭഗവതി സേവയിൽ കുടുംബക്കാരെല്ലാവരും പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകും, സമ്പത്തുണ്ടാകും, എല്ലാ വിധത്തിലുള്ള നന്മകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകാം. ആ കുടുംബത്തിലുള്ളവർ സന്തോഷമായിട്ട് പോകും. അപ്പോൾ വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ നടത്തുക. ഈ ഭഗവതി സേവ എഴുതിച്ചാൽ മാത്രം പോരാ, നമ്മൾ എല്ലാവരും പങ്കെടുത്ത് ദക്ഷിണ കൊടുത്ത് ആ ഒരു പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കുക. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസ്, അടുത്തുള്ള ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസ് ഉണ്ടെങ്കിൽ പാൽപ്പായസം കഴിക്കുക. ആ പായസം മേടിക്കരുത്, ആ അവിടുത്തെ ഗ്രഹനാഥൻ്റെ പേർക്ക് കഴിച്ചാൽ മതി. വീട് ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക്. പിന്നെ വീടിൻ്റെ അടുത്ത് കാവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാവിൽ എണ്ണ കൊണ്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ പോവുക. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭക്തിപൂർവ്വം ചെയ്യുവാണെങ്കിൽ ആ വീട്ടിൽ വഴക്കുണ്ടാകില്ല, ശത്രുദോഷം ഉണ്ടാകില്ല, ആവിചാര ദോഷങ്ങളുണ്ടാകില്ല, സാമ്പത്തിക ലാഭം ഉണ്ടാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക.